കൊടും ചൂടിലും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന പ്രേമചന്ദ്രൻ ഇത്തവണയും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. ഞായറാഴ്ചയായതിനാൽ രാവിലെ മുതൽ പള്ളികളിലെത്തി വോട്ടഭ്യർത്ഥിച്ചു. ശേഷം മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി. പ്രചരണം ആരംഭിച്ച് ഇതുവരെ 1.5 ലക്ഷത്തോളം വോട്ടർമാരെ നേരിൽ കണ്ടു. കഴിഞ്ഞ 10 വർഷത്തെ പാർലമെന്റ് അംഗമെന്ന നിലയിൽ വോട്ടർമാരിൽ നിന്നും പ്രതികൂലമായ പ്രതികരണങ്ങൾ ഉണ്ടാകാത്തത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം നൽകുന്നതാണെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇത് 8ാമത്തെ ദിവസമാണ് സത്യത്തിൽ പ്രത്യക്ഷമായ പ്രചാര പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട്. സത്യത്തിൽ ഒരു തരത്തിലുള്ള പ്രതികൂലമായ പരാമർശം പോലും പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ ഭാഗത്ത് രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വലിയ സ്വീകാര്യതയോടുകൂടിയാണ് ജനങ്ങൾ UDFനെയും UDFിൻ്റെ പ്രതിനിധിയായ എന്നെയും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ളത്. അത് തന്നെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടറായി ഞാൻ കാണുന്നു. കാരണം 2 ടേം തുടർച്ചയായി ഒരു ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചതിന് ശേഷം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പരാതികൾ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്, പോസിറ്റീവ് സിഗ്നലാണ്. 10 വർഷത്തെ MP എന്ന നിലയിലുള്ള വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രേമചന്ദ്രൻ വോട്ടർമാരെ സമീപിക്കുന്നത്. മാത്രമല്ല, മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും ഏറ്റവും അടുത്തറിയാവുന്നതുകൊണ്ട് തന്നെ കൊല്ലത്ത് വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് പ്രേമചന്ദ്രൻ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. പ്രേമചന്ദ്രന്റെ എതിരാളിയും LDF സ്ഥാനാർത്ഥിയുമായ M മുകേഷ് MLAയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.